നമുക്കറിയാം 5:30 രാവിലെ എഴുന്നേറ്റ് ഒരു കൃപാസനത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ 5:30 എഴുന്നേക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അമ്മയൊക്കെ വിളിച്ച് ഞാൻ എഴുന്നേറ്റില്ല. അങ്ങനെ കണ്ണുറന്ന് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് എനിക്കെൻ്റെ ഡൈനിങ് ഹാള് കാണാൻ പറ്റും. ആ ഡൈനിങ്ങിൻ്റെ അവിടെ മാതാവിൻ്റെ ചെറിയൊരു രൂപം ഞാൻ കണ്ടു. മാതാവ് എന്നെ അവിടെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, ആ പ്രാർത്ഥന എത്തിച്ചു. അത് കഴിഞ്ഞാണ് എനിക്ക് 2 സ്ഥലത്ത് ജർമ്മൻ്റെ സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് കിട്ടി. ഒരെണ്ണം കൊൽക്കട്ടയിലും ഒരെണ്ണം ഹൈദരാബാദിലും. കൊൽക്കട്ടയിൽ എഴുതി ഞാൻ പാസ്സായി. 2 സ്ഥലത്തും പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശരൂപവും തൈലം കൊണ്ടൊക്കെയാണ് പോയത്. എന്നാൽ ഹൈദരാബാദ് ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ നമുക്കറിയാം സ്പീക്കിങ്ങിൻ്റെ എക്സാം നമുക്ക് എഴുതുമ്പോൾ ഒരു പാർട്ട്ണറും കൂടി നമുക്ക് കൂടെ വേണം സ്പീക്കിംഗ് പറയാൻ വേണ്ടിയിട്ട്. ഹൈദരാബാദ് അങ്ങനെ എനിക്ക് ഒരു പാർട്ട്ണറൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ എക്സാമിനർ പറഞ്ഞു നിനക്ക് പാർട്ട്ണർ ഇല്ല, നീ ഒറ്റയ്ക്കാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആകെ ടെൻഷനായി, എന്താ ചെയ്യേണ്ടത്.